എന്റെ പൊന്നു സാറുമാരെ, അവനെ കുറിച്ച് ഒരു വിവരം എനിക്കറിയില്ല. എന്റെ അനിയനാണേലും ഉള്ളത് പറയാലോ. കുരുത്തം കെട്ടവനാ. ദാസൻ എന്നല്ലേ അവന്റെ പേര്? അത് പണ്ട്. ഇപ്പൊ ദുർഗാദാസനാ. ദുർഗാദാസൻ സ്വാമി. ഒരിക്കൽ കൽക്കട്ടയിൽ പോയിരുന്നു തലവെട്ടികളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനേ. അവിടുന്ന് വന്നതിന് ശേഷം സ്വാമിയായത്. എന്നാലും എല്ലാരും കൊല്ലണമെന്നുള്ള വിചാരം ഇപ്പോഴും മനസ്സ് മുഴുവനും. തലയ്ക്ക് സുഖമില്ലാണ്ടായി പോയോന്നാ എന്റെ സംശയം. അത് ഭർത്താവാ, സാധുവാ. അയ്യോ, ഞാൻ സാർമാർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ എടുക്കാം. ശരി, അങ്ങോട്ട് പോ. I think she is സാറേ, എന്റെ അളിയന്റെ അവളുടെ ആങ്ങളയുടെ അവന്റെ താമസം എവിടാന്ന് എനിക്കറിയാം. അങ്ങ് കാട്ടിനുള്ളിലാ. കാട്ടിനുള്ളിലെന്ന് വെച്ചാ ഏറെക്കുറെ കാട്ടിനുള്ളിലേക്ക് പോണം. നടുക്കായിട്ട് വരും. പോയി. മുന്നോട്ട് വന്നാൽ ഞാൻ ഇയാളെ കൊല്ലും. Hey, no! You be here. I'll handle this. ഇത് ആശ്രമമാണ്. എന്റെ അനുവാദമില്ലാതെ ഒരുത്തനും ഇവിടെ കയറരുത്. കേറിയാൽ ശിക്ഷ മരണം. അതാണ് ദുർഗയുടെ കൽപ്പന.
നീയല്ലേ ഇവരെ 3 പേരെയും കൊന്നത്? നീ എന്നെ അങ്ങനെ വിളിക്കരുത്. സന്യാസിയാണ് ഞാൻ. കാമക്രോധ മോഹാദികളെ ജയിച്ചവൻ. അങ്ങനെ വേണം എന്നെ അഭിസംബോധന. അങ്ങ് ആട്ടിച്ചതിന്റെ മേക്കാടൻ വേണ്ട. ത്രികാലജ്ഞാനികളാണ് സന്യാസിമാർ. അവരെ നമ്മൾ ബഹുമാനിക്കണം. അങ്ങ് തന്നെയല്ലേ ഈ കൊലപാതകങ്ങൾ നടത്തിയത്? അതെ, ഞാനാണ്. ദുർഗ എന്നോട് കൽപ്പിച്ചു, ഞാൻ അനുസരിച്ചു. കലിയുഗത്തിനുള്ളിലെ അന്തർയുഗം. അതിനുള്ള സമയമായിരിക്കുന്നു. സർവനാശം, അതാണ് വിധി. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മണ്ണും വായുവും ജലവും മലിനമാക്കുന്നവരെ തെരഞ്ഞു പിടിച്ചു കൊല്ലാൻ ദുർഗ എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഓഫീസർ, നിങ്ങൾ പറഞ്ഞില്ലേ 3 പേർ? കൃഷ്ണൻ നമ്പ്യാരും സുലൈമാൻ സാഹിബും ദാമോദരൻ കർത്തയും. അവർ മാത്രമല്ല, സമസ്ത ജാതി മനുഷ്യരിലും പെട്ട പാപികളെയും ഞാൻ നിഗ്രഹിക്കും. 14 നരകങ്ങളുടെ വാതിലുകളും തുറന്നു കഴിഞ്ഞു ഓഫീസർ. യാത്ര പോകാൻ ഒരുങ്ങിക്കോളൂ. വൈകാതെ നിങ്ങളും എന്റെ നിയോഗത്തിന്റെ ഇരകളാവും. കൊല്ലാൻ ആവശ്യപ്പെടുന്ന ദൈവങ്ങൾ, അവരെ ഉപേക്ഷിച്ചൂടെ ദുർഗാദാസൻ? കാലം കരുണയല്ലേ ആവശ്യപ്പെടുന്നത്? കരുണ എവിടെയുണ്ടത്? അവയവങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാലമല്ലേ ഇത്? ഇല്ല, ഇനി സംഹാരമാണ് പരിഹാരം. എന്നെ ബന്ധിച്ചുകൊണ്ടൊന്നും അതിന്റെ രൗദ്രത കുറയാൻ പോകുന്നില്ല. ദുർഗയുടെ ഭക്തന്മാർ, അവർ ഇനിയും വരും. കാറ്റായും മഴയായും കടലായും അഗ്നിയായും. എന്നിട്ട് അധികാര കേന്ദ്രങ്ങളുടെ മകടുകൾക്ക് മേൽ നിറയും. തകരുമെല്ലാം, തകർക്കും. മേക്കാട, അറസ്റ്റ് രേഖപ്പെടുത്തിയേക്ക് ഇന്ന് തന്നെ. ശരി. വല്ല സൈക്കാട്രിസ്റ്റിനോ മറ്റോ വിളിച്ചൊന്ന് പരിശോധിപ്പിക്കണോ? എന്തിന്? തീവ്ര വിപ്ലവത്തിൽ നിന്ന് തീവ്ര ഭക്തിയിലേക്ക്. ഉള്ളിൽ കലാപം സൂക്ഷിക്കുന്നവന്റെ വഴികൾ എന്നും ഇത് തന്നെയാണ് മേക്കാടൻ. ഒന്നുകിൽ സന്യാസം, അല്ലെങ്കിൽ വിപ്ലവം. അതിനിടയിൽ അപൂർവം ചിലർക്ക് ഇതുപോലെയുള്ള വിഭ്രമങ്ങൾ. ഡോക്ടറും മരുന്നൊന്നുമല്ല, വിശ്രമം. അതാണിപ്പോ അദ്ദേഹത്തിന് ആവശ്യം. അദ്ദേഹം വിശ്രമിക്കട്ടെ, മനസ്സ് ശാന്തമാകുന്നത് വരെ.